ഇപ്പൊ അമ്മ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞു. അതേപോലെ ചേച്ചിക്ക് ഒരു ബോൾഡ്നെസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ബോൾഡ്നെസ് എങ്ങനെ ചേച്ചിയുടെ ഉള്ളിലേക്ക് വന്നു? എനിക്കൊന്ന് കൂടുതൽ സുഖേട്ടൻ്റെതാണ്. സുഖേട്ടൻ അങ്ങനെയാണല്ലോ. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് തോന്നും. അല്ല, അത് സുഖേട്ടൻ വിശ്വസിച്ചിരുന്ന പാർട്ടിയുടെ നേതാക്കന്മാരോട് അതെ ഇതൊന്നും ശരിയാട്ടോ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. എല്ലാവരോടും പറയും. ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. സുഖേട്ടനെ പണ്ട് മാരാർ സാർ എന്തോ ഒരു ഉദ്ഘാടനം, ഞങ്ങളവിടെ പൂജപ്പുര ഏരിയയിൽ താമസിക്കുക. അപ്പോൾ സുഖേട്ടൻ പിറ്റേ ദിവസം ചോദിച്ചു, അയ്യോ അത് മറ്റേ RSSൻ്റെ പരിപാടിയാണ്, നിങ്ങൾ വിളക്ക് കൊളുത്താൻ പോയോ? സുഖേട്ടൻ പറഞ്ഞാൽ അതുകൊണ്ടെന്താ വിളക്ക് കൊളുത്താൻ പാടില്ലേ? ഒരു പരിപാടിക്ക് ഒരു വലിയ വയോധികനായ ഒരു നേതാവ് എന്നെ വിളിച്ചു. ഞാൻ പോയി. വിളക്കൊന്ന് കൊളുത്തിയാൽ ഉടനെ അങ്ങ് പാർട്ടി മാറുമോ? അത് അറിയാമെന്നായിട്ട് ചോദിക്കാന്ന് വെച്ചു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പിന്നീട് വിളക്ക് കത്തിക്കുന്നത് വലിയ വിവാദമായിട്ടുണ്ട് ഇവിടെ. ഇത് ഇങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അതൊന്നും ശരിയല്ല എന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. കാരണം ഒരു നല്ല ഇപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമ കാണാൻ ഒരിക്കലും നിൽക്കുക. ഹലോ മോനെ, ഏത് പാർട്ടിയാ? കോൺഗ്രസ്സാ? കാണണ്ട കേട്ടോ, ഞാൻ കമ്മ്യൂണിസ്റ്റാ, നിങ്ങൾ പൊക്കോ. ഞാൻ പറയൂ, ഒരിക്കലും ഇല്ല, പറ്റത്തില്ല. നമുക്ക് എല്ലാവരും കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ആര് വന്നാലും, കോൺഗ്രസ്സുകാർ വന്നാലും കമ്മ്യൂണിസ്റ്റുകാർ വന്നാലും BJP വന്നാലും ഒക്കെ നന്നായിട്ട് ഭരിക്കുകയാണെങ്കിൽ അവരെയൊക്കെ എന്നും ബഹുമാനിക്കും. പക്ഷേ ഒരു വിഭാഗം അങ്ങോട്ട് മാറ്റി നിർത്തി വളരെ സത്യസന്ധമായിട്ട് ഇപ്പം ഞാൻ കാര്യം മോളോട് ആദ്യമായിട്ട് പറയട്ടെ. ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ ഇവിടെ വന്നു. എൻ്റെ അവിടെ ഇച്ചിരി വെള്ളം കയറുന്ന പ്രശ്നം അറിയാമല്ലോ, ട്രോളൊക്കെ. എവിടെ പോയി ലംബോർഗിരി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച സംഭവമൊക്കെ ഇല്ലേ. പാവം, അവർക്ക് എന്താ പറയുക, അതുവഴി ലംബോർഗിരി പോകാൻ പോലും ഒക്കത്തില്ലായിരുന്നു. പക്ഷേ ആ റോഡ് അദ്ദേഹത്തിനോട് ഞാൻ ചെന്ന് സങ്കടം പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടൊക്കെയോ അത് എഴുതി ഒക്കെ കൊടുത്ത് എന്തായാലും ശരി ഒരാഴ്ചക്കകം അതിനകത്ത് അതാണ് പറഞ്ഞത് ഇൻ്റർലോക്ക് ടൈൽസൊക്കെ ഇട്ട് റോഡ് ടാർ ചെയ്തു, എല്ലാം ശരിയാക്കി. അതിൻ്റെ പുറകിലൊരു കനാൽ, ആ കനാൽ ഓവർഫ്ലോ ചെയ്യുന്നതാണ് ഞങ്ങളുടെയൊക്കെ പുരാടത്തിലോട്ട് വെള്ളം കയറിയത്. ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത 5 വർഷം വന്നു. അപ്പം ഞാൻ ചെന്ന് മേയറടക്കമുള്ളൊരു പച്ചയ്ക്ക് ഞാൻ TV പറയുക ചെയ്ത് പറഞ്ഞു, ഇങ്ങനെയാണ് പിന്നെ മേയറെ അദ്ദേഹം അതെല്ലാം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി തിരഞ്ഞെടുത്തു, അതെ ശരി, അപ്പം ആ കനാലിൻ്റെ പണിയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഫണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റിലല്ല അടുത്ത വർഷത്തെ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി. അതിനുശേഷം മേയർ നമ്മളെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 10,000 രൂപ ഉദ്ഘാടനം എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും അതാത് മന്ത്രിമാരോടുള്ള ഒരു ബഹുമാനം അടുപ്പം കൊണ്ടുപോയതല്ല, അത് മേയർ പറഞ്ഞുകൊണ്ട് മാത്രം പോയതല്ല. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. തല്ലിക്കൊന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഫോൺ എടുക്കത്തില്ല. ഞാൻ വിളിച്ചാലും ശരി, ആര് വിളിച്ചാലും ശരി. അല്ല, ഇതൊക്കെ വിവാദമായേക്കാം നാളെ. പക്ഷെ ഞാനൊരു വിവാദത്തിന് വേണ്ടി പറയല്ല, എൻ്റെ വിഷമം പറയുകയാണ്. ഒരു അവസരം വരുമ്പോഴല്ലേ നമുക്കിതൊക്കെ പറയാനൊക്കെ ഉള്ളൂ. ഇതൊക്കെ കേൾക്കട്ടെ നേതാക്കന്മാർ. അവരാരും ഒന്നും അറിയുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ചെന്നിട്ട് ഇവിടെ ഒന്നും ചെയ്തില്ല സാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും 1.5 വർഷമായി ഒന്നും നടന്നില്ല സാറേ എന്ന് വീണ്ടും ചെന്ന് പറഞ്ഞാൽ നടക്കും, എനിക്ക് വിശ്വാസമുണ്ട്. അല്ല, അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് എനിക്ക് വലിയ ബഹുമാനമാണ്. കാരണം 24 hours ആക്ഷൻ എടുത്ത ആളാണ് അദ്ദേഹം. എങ്ങനെ ഇങ്ങനെ വെള്ളം നടന്നാൽ പിന്നെ അവർ വീട്ടിൽ തന്നെ പോകും, വീട്ടിലോട്ട് അതൊക്കെ അദ്ദേഹം തന്നെ ചോദിച്ച് നേരെയാക്കിയതാ. പിന്നെ അത് തുടർന്ന് നോക്കേണ്ട ജോലി കോർപ്പറേഷനാണ്. അല്ല, വരണ്ടേ? വരത്തില്ല. അങ്ങനെ ഇത് നമ്മൾ കിടന്ന് അവിടെ ഇവിടെയൊക്കെ വിളിച്ച് പറയുമ്പോൾ വരും. പണ്ടേ മറ്റേ റോഡ് മുഴുവനും ചെടി വളർന്നിരിക്കുന്നു, അത് ക്ലീൻ ചെയ്തു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. അതൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും വിളിച്ചു പറഞ്ഞ് കുറച്ച് വലിയവരെ വിളിച്ചു പറഞ്ഞിട്ട് താഴോട്ട് വന്നെങ്കിലേ നടക്കൂ. ആ ഒരു ആറ്റിറ്റ്യൂഡ് മേയർ നല്ല ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ പോലും മാറ്റണം.